ഉച്ചയാകുമ്പോൾ സൈക്കിളിൽ ചാക്ക് നിറയെ ഇറച്ചിയവശിഷ്ടങ്ങളുമായി അബ്ദുൾ അസീസ് എത്തും. കടൽ തീരത്ത് നീട്ടിയുള്ള ചൂളമടി ശബ്ദം കേൾക്കുന്നതോടെ മാനത്ത് വട്ടമിട്ട് പറക്കുന്ന പരുന്തുകൾ ഭക്ഷണത്തിനായി താഴ്ന്നു പറക്കും. നഗരത്തിലെ പ്രധാന മത്സ്യമാംസ വ്യാപാര കേന്ദ്രമായ സെൻട്രൽ മാർക്കറ്റിലും പ്രദേശത്തെ ഇറച്ചിക്കടകളിലും നേരിട്ടെത്തിയാണ് മാംസാവശിഷ്ടങ്ങൾ ശേഖരിക്കുക. അസീസിന്റെ തീറ്റ നൽകൽ അറിയാവുന്ന കടക്കാർ ഭക്ഷ്യയോഗ്യമായവ പ്രത്യേകം മാറ്റിവെക്കും. പരുന്തുകൾ മാത്രമല്ല, കാക്ക, പ്രാവ്, നായകൾ എന്നിവയ്ക്കെല്ലാം ഉച്ചയാകുമ്പോൾ ബീച്ചിന്റെ വിവിധ ഭാഗങ്ങളിലായി ഭക്ഷണമെത്തും. അസീസിന്റെ ജീവിത ദർശനം ഇങ്ങനെയാണ്. കോഴിക്കോട് ബീച്ചിലെ എല്ലാവരും വിജയിച്ചത് ഞാൻ ആദ്യമായിട്ടുള്ള ഭക്ഷണം കൊടുക്കലാണ്. 30 കൊല്ലം മുന്നേ ഈ വ്യക്തിനോട് ചോദിച്ചാൽ അറിയാം ഞാൻ ആരാണ് എവരാണെന്ന് എല്ലാവർക്കും അറിയാം. ഇന്ന് മാത്രമല്ല ഞാൻ കൊടുക്കാൻ തുടങ്ങിയത്. ഇന്ത്യ കുട്ടിക്കാലം വരെ ഇതിലുള്ളതാണ്, എല്ലാവർക്കും അറിയാം. 15 വയസ്സുള്ള മനോരമയിലൊക്കെ ഫോട്ടോ വന്നാണ് ആൾക്കാരേക്ക്. ഇന്ന് മാത്രം കോഴിക്കോട് ബീച്ചിൽ മാത്രം കൊണ്ടു കൊടുത്താൽ വിളിച്ചത്. ഏതൊക്കെ സൈറ്റിൽ വിളിച്ചു വിളിച്ചാൽ വരാൻ തയ്യാറാണ്. ഈ മധുര അവിടെ കൂട്ടാൻ തയ്യാറാണ്. അതേ പറയാനും എനിക്ക് വേറെ ഒന്നും പറയാനില്ല. പിന്നെ എല്ലാവരും സഹകരണം എനിക്ക് വേണം, എല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ. പിന്നെ കോഴിക്കോട് ബീച്ചിൽ ഞാൻ ചെറിയൊരു അലങ്കാര മത്സ്യങ്ങൾ ചൊടിഞ്ഞാണ്. അതിന് കോപ്പറേഷനിലൊക്കെ എന്തെങ്കിലുമൊക്കെ എല്ലാവരും വക ഒരു സഹായം കിട്ടും. ഇന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് അയച്ച 3 നേരം ഞാൻ പരിപാലിക്കുക. ഞാൻ കൂലിപ്പണിക്കാരനാണ്, എനിക്കിഞ്ഞൊന്നും പറയാനില്ല. വിശപ്പ് രഹിത ലോകമെന്ന ആപ്തവാക്യത്തോടെ സാമൂഹ്യമേഖലയിൽ ഇടപെടലുകൾ നടത്തുന്ന മലബാർ ഗ്രൂപ്പ് അസീസിനെ ആദരിച്ചു. 5 ലക്ഷം രൂപ ബീച്ചിലെത്തി മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MB അഹമ്മദ് അസീസിന് കൈമാറി. വരുമാനമൊന്നും ഇല്ലാന്നിട്ട് മനസ്സിലായി. സ്വന്തമായി വീടുണ്ടാക്കാൻ വേണ്ടിക്കൊണ്ട് ഞങ്ങളൊരു സഹായം എല്ലാവരും സഹായിക്കും. മലബാർ ഗ്രൂപ്പിന്റെ ആദരവിന് പിന്നാലെ പക്ഷിമൃഗാദികൾക്ക് ഭക്ഷണം മൂട്ടുന്ന അസീസിന് സ്വന്തമായി തലചായ്ക്കാൻ ഒരിടമെന്നുള്ള നടപടികൾ ആരംഭിക്കുമെന്ന് വാർഡ് കൗൺസിലർ സഫറി വെള്ളയിൽ പറഞ്ഞു. സ്ഥലം വാങ്ങാനുള്ള നടപടികൾ ആദ്യം തുടങ്ങും, പിന്നീട് വീടെന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങും. ചെറുപ്പം മുതൽ പക്ഷികളെയും മൃഗങ്ങളെയും ഇഷ്ടമുള്ള അസീസ് പക്ഷികളുടെ ശബ്ദം അനുകരിച്ച് അവയെ കൂട്ടത്തോടെ വിളിച്ചു വരുത്താറുണ്ടായിരുന്നു. മിനിറ്റുകൾക്കകം 100 കണക്കിന് കാക്കകളെ വിളിച്ചു വരുത്തിയത് വർഷങ്ങൾക്ക് മുൻപ് വലിയ സംഭവമായിരുന്നു. പലയിടങ്ങളിലും പോയി ഈ പ്രകടനങ്ങൾ നടത്തിയിട്ടുമുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.